അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു പാർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടുത്താത്തത് ഏതാണ്? താഴെ പറഞ്ഞവയിൽ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനമായിട്ട് ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. GSLV ഉണ്ട്, PSLV ഉണ്ട്, RLV-TD ഉണ്ട്, അതുപോലെ തന്നെ DLV-TD ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്, DLV-TD ആട്ടോ. DLV-TD ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചാൽ 42. ആൻസർ ഏതാ? വായു ആണോ, പെട്രോളാണോ, സ്റ്റീലാണോ, മണ്ണാണോ? ഏതാണ്? ഓപ്ഷൻ സി മണ്ണാട്ടോ. ഓപ്ഷൻ സി മണ്ണാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഗ്രാഫ് ഇവിടെ ഉണ്ട്. ഏത് വാതക നിയമമാണ് ഇതിൽ പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഗ്രാഫ് ഇതാണ്. Pയും 1/V ആണ്. മർദ്ദവും വ്യാപ്തവും തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോറി, അതിനുള്ള ഗ്രാഫിൽ ഒരു ഭാഗം കൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. ഇതാ വെയിറ്റ്. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ. സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പറയൂ, ഏതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്? എന്തിൻ്റെ ഗ്രാഫാണ്? ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രാഫാണത്? Pയും 1/V ഉണ്ട്. അത് ബോയിൽ നിയമമാട്ടോ. ഏതാണ്? ബോയിൽ നിയമമാണ്. ഓപ്ഷൻ എ ബോയിൽ നിയമമാണ്. ബോയിൽസ് ലോ ആട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്. കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരം ഏതാണ് എന്നാണ് ചോദ്യം. കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരം ഏതാടാ? ഡയമണ്ടിലാണോ, ഗ്രാഫൈറ്റിലാണോ കാർബണിന് ഏറ്റവും കൂടുതലുള്ളത്? അത് ഫ്ലൂറിനാണോ? ഫ്ലുറിനാണ്. ചാർക്കോൾ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആട്ടോ, ഗ്രാഫൈറ്റിലാണ് കാർബണിൻ്റെ എന്തുള്ളത്? താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? കെമിസ്ട്രി നോബൽ സമ്മാനം 2021 ഏത് മേഖല ഗവേഷണത്തിലാണ് നൽകിയത്? ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, ജീനോ എഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ലിഥിയം അയോൺ ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കൊടുത്തിട്ടുണ്ട്, പിന്നെന്താ, അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് ഓപ്ഷൻ ഡി ആട്ടോ, അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് ആണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്. ഈ ഒരു മേഖലയിലാട്ടോ നൽകിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോൻ്റെ നോവലുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇതിലുള്ള നമുക്കറിയുന്നൊരു നോവൽ ഏതാ? ചന്തുമേനോൻ്റെ ഒരു നോവൽ ഏതാ? ഇന്ദുലേഖയാണ് അല്ലേ? ചന്തുമേനോൻ്റെ ആണ് ഇന്ദുലേഖ. മറ്റൊരു നോവൽ ഏതാ? ശാരദയാട്ടോ. ഓപ്ഷൻ 4 ശാരദയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? 2ഉം 4ഉമാണ്. ഏതാണ്? 2ഉം 4ഉം മാത്രമാണ് ചന്തുമേനോൻ്റെ നോവലുകളായിട്ട് വരുന്നത്. 2ഉം 4ഉം കേട്ടോ. ഇതൊക്കെയാണ് ഇന്ദുലേഖയും ശാരദയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. മാധവ ചാക്യാർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താ? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പ ദ്രുമം എന്ന് പറഞ്ഞിട്ടുള്ള എന്ന ഗ്രന്ഥം രചിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1974
പത്മശ്രീ പുരസ്കാരം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണോ, അത് ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ കറക്റ്റ് എന്നുള്ളത് നോക്കി പറയൂ. ഓക്കെ, ഏതാണ്? 1 കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ, അത് അദ്ദേഹമാണ് എന്നറിയപ്പെടുന്നത് ആരാണ്? അദ്ദേഹമാണ്. ഓക്കെ, കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ കൂടിയാട്ടത്തെക്കുറിച്ച് എങ്ങനെ നാട്യകൽപദ്രുമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം രചിച്ചതും അദ്ദേഹമാണ് കേട്ടോ. എന്നുള്ളൊരു ഗ്രന്ഥം രചിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ 1ഉം 2ഉമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, 1974 പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയായ ഉത്തരമാണ്. 1ഉം 2ഉം 3ഉം ശരിയായ ഉത്തരമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആട്ടോ. 1ഉം 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 2ഉം 3ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാരാണെന്ന് ചോദിച്ചത്. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം ആരാണ്? മീരാബായ് ചാനു ആണോ, PV സിന്ധു ആണോ, ലവ്ലീന ബെർഗോയൻ ആണോ, അതുപോലെ തന്നെ ഇവരാരുമല്ല എന്നും കൊടുത്തിട്ടുണ്ട്. ആരാ? PV സിന്ധു കേട്ടോ. PV സിന്ധുവാണ് എന്ത് തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിലും വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരായിരുന്നു എന്നാണ്. മഹാരാജാവ് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണോ, അതോ വിശാഖം തിരുനാൾ രാമവർമ്മയാണോ, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണോ, അതോ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണോ? ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി ആണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആര് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ്? ഹരിഹരനാണോ, P ജയചന്ദ്രനാണോ, M ജയചന്ദ്രനാണോ, ശ്രീകുമാരൻ തമ്പിയാണോ? ആരാ? P ജയചന്ദ്രനാണ് കേട്ടോ, തെറ്റിക്കരുത്. P ജയചന്ദ്രനാണ്. എന്താണ്? P ജയചന്ദ്രനാണ്. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാട്ടോ. ഇതിനിടയിൽ നമ്മുടെ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും പാർട്ടുകളുണ്ട്. അത് നമ്മുടെ ചാനലിലൂടെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം മാത്സ് കുറച്ച് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതാണ്. ഇതുപോലെ 1 വേർഡായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൂടി അത് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ. കുറച്ച് മലയാളമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. എന്താ ചോദ്യം? ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുത്ത ഇതിൽ നിന്ന് ശരിയായ രൂപം എന്താണ് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഈ നിലയിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. ഏതൊക്കെയാണ് നോക്കാം. ഓപ്ഷൻ എ എന്താ പറയുന്നത്? ഓപ്ഷൻ 1 എന്താ പറയുന്നത്? കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. മൂന്നാമത്തെ എന്താ? ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ. പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ഓക്കെ, അപ്പം ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ശരിയായ പോലെ തോന്നും. പക്ഷേ ശരിയായ വാക്യം എന്ന് പറയുന്നത്, ശരിയായ രൂപം എന്ന് പറയുന്നത് ഏതാണ്? 2ാമത്തെ കേട്ടോ. എന്താണ്? 2ാമത്തെയാണ് ശരിയായത് വരുന്നത്. അതായത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ 2 വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആട്ടോ. 2 വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കലിൽ നിന്ന് ശരിയായ പദം എഴുതാനാട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ എന്താണ്? എല്ലാം ശരിയാണ്. പക്ഷേ അത് കറക്റ്റ് എങ്ങനെ എഴുതാമെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ വയ്ക്കുക?
ചന്തം വേറൊരു ഇതാണ് കൊടുത്തത്. പിന്നെ ആണ് കൊടുത്തത്. സ്വച്ഛന്തം. ഇതിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, നിങ്ങൾക്ക് പറയാൻ തന്നെ ഗതികേടാണ് ഇത്തരത്തിലുള്ളത് അല്ലേ. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതാണോ? ഏത് രീതിയിൽ എഴുതിയതാണ് കറക്റ്റ്? ഏതാണോ കറക്റ്റ്? രണ്ടാമത്തെ ആട്ടോ കറക്റ്റ്. ഏതാണ്? രണ്ടാമത്തെയാണ്. 72-ൽ രണ്ടാമത്തെയാണ് കറക്റ്റ്. രണ്ടാമത്തെ ഏതാ? ഓക്കെ, ഇതാട്ടോ 2 കറക്റ്റ്. സ്വച്ഛന്തം എന്നിങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ 2 എന്ന് വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം വാക്കുകൾ നമുക്ക് പറയാൻ തന്നെ ഗതികേടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെങ്ങനെ എഴുതും? മലയാളം അറിയണം. മലയാളത്തിൽ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നമ്മൾ വിചാരിക്കും ഇത് ഏത് രീതിയിൽ എഴുതാം എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. കറക്റ്റ് പദം, ശരിയായ പദം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്ക് ഏതാ? രക്തത്തിൻ്റെ പര്യായമല്ലാത്തത്. രുധിരം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? രുധിരം എന്ന് കൊടുത്തിട്ടുണ്ട്. പിണം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബധിരം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകൾ? ഓക്കെ, നമുക്കറിയാം രക്തത്തിൻ്റെ പര്യായങ്ങൾ ഏതാ? രുധിരമൊക്കെ രക്തമാണ്. അതുപോലെ തന്നെ വേറെ ഏതാ? നിണവും രക്തമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇതിൽ പെടാത്തത് ആരാ? പര്യായമല്ലാത്തത് ഏതാ? പിണവും ബധിരവുമാണ്. എന്താണ്? പിണവും ബധിരവുമാണ്. അതായത് രണ്ടും 3 രണ്ടും മൂന്നും ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആട്ടോ. 2, 3 ഓപ്ഷൻ സി ആണ്. 2, 3. ഓക്കെ, ക്ലിയർ ആണോ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ശൈലിയാണ്. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെ നോക്കാം. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അതാണോ അതിൽ പറയുന്നത്? ഭക്ഷണത്തോടുള്ള ആർത്തിയാണോ അതിൽ പറയുന്നത്? കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണോ അവിടെ പറയുന്നത്? പിന്നെ സ്വാർത്ഥതയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാര്യം നോക്കി പെരുമാറുക അതാണോ? കാര്യം നോക്കി പെരുമാറുക എന്നൊരു കാര്യമാണ് പറയുന്നത്. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 3 ആട്ടോ. 3 അപ്പോൾ 3 വരുന്ന ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുലാം പ്ലസ് ഇൻ്റെ ചേർത്ത് എഴുതുമ്പോൾ എന്താ കിട്ടുക? തുലാം പ്ലസ് ഇൻ്റെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? തുലാമിൻ്റെ ആണോ കിട്ടുക? തുലാത്തിൻ്റെ ആണോ കിട്ടുക? പിന്നെന്താ? തുലാമിൻ്റെ അല്ലെങ്കിൽ തുലാത്തിൻ്റെ എന്നാണോ കിട്ടുക? 2 താഴെ 1 താഴെ ഉള്ളൂ കേട്ടോ. പിന്നെ തുലാമിൻ്റെ എന്നാണോ കിട്ടുക? ഏതാണ്? തുലാം പ്ലസ് ഇൻ്റെ തുലാത്തിൻ്റെയാണ്. എന്താണ് ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. കാരണം പ്രിൻറ്റിങ്ങിൽ വരുന്നത് ഒരു വ്യത്യാസമുണ്ട്. എന്താണ് നമുക്ക് ശരിയായത് എന്താ? തുലാം പ്ലസ് ഇൻ്റെ ചേർക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരിയായ രീതി എന്ന് പറയുന്നത് തുലാത്തിൻ്റെയാണ്. തുലാത്തിൻ്റെ ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതാ വരുന്നത്? 2 എന്ന് വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. 2 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആട്ടോ. തുലാത്തിൻ്റെ എന്നാണ് കേട്ടോ. തുലാത്തിൻ്റെ. ഓക്കെ, അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ അപരാധിക, അപരാധിണി, അപരാധിനി, അപരാധക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അപരാധികയാണോ അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം? അപരാധിണിയാണോ അപരാധിനി ആണോ അപരാധകയാണോ? ഏതാ? അപരാധകയാട്ടോ. അപരാധകയാണ് അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പൂജക ബഹുവചന രൂപം. വേടർ, പണിക്കാർ, വൈദ്യർ, അധ്യാപകർ. വേടർ, പണിക്കാർ, വൈദ്യർ, അധ്യാപകർ. ഏതാ? വൈദ്യരാണ് കേട്ടോ. വൈദ്യരാണ് പൂജക ബഹുവചന രൂപം ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത് മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? മരക്കൊമ്പ്
പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും? മരം പ്ലസ് കൊമ്പ് ആണോ? മരം പ്ലസ് കൊമ്പാണോ മരക്കൊമ്പ്? മര പ്ലസ് കൊമ്പാണോ? മര പ്ലസ് കൊമ്പാണോ? മര പ്ലസ് കൊമ്പ് എന്നാണോ? മര പ്ലസ് കൊമ്പ് എന്നാണോ? അതോ മരത്തിൻ്റെ കൊമ്പ് എന്നാണോ പിരിച്ചെഴുതുമ്പോൾ? ഏതാ? ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. മരം എന്നല്ല കേട്ടോ, മരം പ്ലസ് കൊമ്പല്ല, മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ശരത്ത്, കോമ, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റ പദമാക്കിയാൽ എങ്ങനെ വരും? ശരത്ത്, കോമ എന്നീ കോമയല്ല, ശരത്ത്, കോമ, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റ പദമാക്കിയാൽ എങ്ങനെയാണ് വരിക? ശരത് ചന്ദ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ശരചന്ദ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷായും ചോയും കൂട്ടിയത് ശരചന്ദ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശരൽ ചന്ദ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻസർ കീഴിൽ നമുക്ക് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിയെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരത് ചന്ദ്രൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒറ്റപദമാക്കിയാൽ അങ്ങനെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതവിടെ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ ബാക്കി താഴെയുണ്ട് കേട്ടോ. സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? അസ്വാതന്ത്ര്യമാണോ? അപ്പോൾ നമുക്ക് സംശയമുണ്ടാവും. പാരതന്ത്ര്യമാണോ? നിസ്വാതന്ത്ര്യമാണോ? പാരതന്ത്ര്യമാണോ? ഏതാണ്? രണ്ട് കാര്യം ശ്രദ്ധിക്കണം, ചെറിയൊരു വ്യത്യാസമാണ്. പാരതന്ത്രം എന്നാണ് ഇവിടെ, പാരതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പാരതന്ത്ര്യം എന്നാണ് ഇവിടെ. ഇതിലേതാ? അസ്വാതന്ത്ര്യമാണോ വിപരീതം? തോന്നുന്നില്ലേ വിപരീതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലായ്മ അസ്വാതന്ത്ര്യമാണല്ല. ഏതാ? പാരതന്ത്രമാണോ അതോ നിസ്വാതന്ത്ര്യമാണോ? ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആട്ടോ, പാരതന്ത്ര്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യം നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ച് മലയാളം ഉണ്ടായിരുന്നു, കുറച്ച് നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മേഖലയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാത്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.